ഇത് നിർത്തിപ്പോയ ഒരു എൻ എച്ചിലെ ഒരു ടോൾ പ്ലാസയാണ്. കണ്ടോ, അതിൻ്റെ ബിൽഡിങ്ങൊക്കെയാണ് കാണുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ പാലിയേക്കര മാത്രം ഇങ്ങനെ കിടക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുതിയ റോഡ് നിർമ്മിക്കുമ്പോഴത്തേനും ഓക്കെ, അതിൻ്റെ ഒരു കാലാവധി കഴിയുമ്പോഴത്തേനും അത് ടോൾ പിരിവ് നിർത്തണം. ഇപ്പം നമ്മൾ കേട്ടിരിക്കുന്ന പാലിയേക്കര തുടങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെ ടോൾ പിരിവാണ്. ഇപ്പോൾ കോടതി ഇടപെട്ടിട്ടാണ് കുറച്ച് ഇപ്പോൾ റോഡ് നന്നാക്കാതെ പിരിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ഇതൊക്കെ ആർക്ക് വേണ്ടി കച്ചവടം നടത്തുന്ന പരിപാടിയാണെന്ന് മനസ്സിലാകുന്നില്ല. ജനത്തെ പിഴിഞ്ഞിട്ട് ഇങ്ങനെ കച്ചവടം നടത്തേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഇവിടുത്തെ പരിപാടി ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്ത്. അതുകൊണ്ട് ഇവിടെ ക്യാമറ പോലും ഇല്ല, എല്ലാ സാധനവും അഴിച്ചുകൊണ്ട് പോയി. പക്ഷേ ആ റോഡ് എപ്പോൾ വേണേലും ഒരു എമർജൻസിക്ക്, ഒരു പോലീസിന്, ഒരു ചെക്കിങ്ങിന് വരണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ ബാരിക്കേഡുകളെല്ലാം നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ടോൾ പിരിവൊന്നുമില്ല. ഇതും നമ്മുടെ പാലിയേക്കരയ്ക്ക് ശേഷം പണിതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ ഇത് വലിയ കാലപ്പഴക്കമുള്ള ഒരു ടോൾ ഗേറ്റ് അല്ല. അപ്പോഴത്തെ നമ്മളിതൊക്കെ ചിന്തിക്കണം. മലയാളി പ്രബുദ്ധനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുറച്ചൊക്കെ നമ്മൾ മന്ദബുദ്ധികളുമാണ്, അത് മനസ്സിലാക്കുക. ഇത് നിർത്തിപ്പോയ ഒരു എൻ എച്ചിലെ ഒരു ടോൾ പ്ലാസയാണ്. കണ്ടോ, അതിൻ്റെ ബിൽഡിങ്ങൊക്കെയാണ് കാണുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ പാലിയേക്കര മാത്രം ഇങ്ങനെ കിടക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുതിയ റോഡ് നിർമ്മിക്കുമ്പോഴത്തേനും ഓക്കെ, അതിൻ്റെ ഒരു കാലാവധി കഴിയുമ്പോഴത്തേനും അത് ടോൾ പിരിവ് നിർത്തണം. ഇപ്പം നമ്മൾ കേട്ടിരിക്കുന്ന പാലിയേക്കര തുടങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെ ടോൾ പിരിവാണ്. ഇപ്പോൾ കോടതി ഇടപെട്ടിട്ടാണ് കുറച്ച് ഇപ്പോൾ റോഡ് നന്നാക്കാതെ പിരിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ഇതൊക്കെ ആർക്ക് വേണ്ടി കച്ചവടം നടത്തുന്ന പരിപാടിയാണെന്ന് മനസ്സിലാകുന്നില്ല. ജനത്തെ പിഴിഞ്ഞിട്ട് ഇങ്ങനെ കച്ചവടം നടത്തേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഇവിടുത്തെ പരിപാടി ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്ത്. അതുകൊണ്ട് ഇവിടെ ക്യാമറ പോലും ഇല്ല, എല്ലാ സാധനവും അഴിച്ചുകൊണ്ട് പോയി. പക്ഷേ ആ റോഡ് എപ്പോൾ വേണേലും ഒരു എമർജൻസിക്ക്, ഒരു പോലീസിന്, ഒരു ചെക്കിങ്ങിന് വരണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ ബാരിക്കേഡുകളെല്ലാം നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ടോൾ പിരിവൊന്നുമില്ല. ഇതും നമ്മുടെ പാലിയേക്കരയ്ക്ക് ശേഷം പണിതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ ഇത് വലിയ കാലപ്പഴക്കമുള്ള ഒരു ടോൾ ഗേറ്റ് അല്ല. അപ്പോഴത്തെ നമ്മളിതൊക്കെ ചിന്തിക്കണം. മലയാളി പ്രബുദ്ധനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുറച്ചൊക്കെ നമ്മൾ മന്ദബുദ്ധികളുമാണ്, അത് മനസ്സിലാക്കുക.